കൊച്ചിയിൽ രാഷ്ട്രപതിയുടെ പരിപാടിയിൽ നിന്നും മേയറെ ഒഴിവാക്കി. സെയിന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ നിന്നാണ് ഒഴിവാക്കിയത്. തന്നെ നേരത്തെ പരിപാടിയെക്കുറിച്ച് അറിയിച്ചിരുന്നതായി മേയർ അനിൽകുമാർ പറഞ്ഞു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഒരു തവണ അറിയിക്കുന്നു, പക്ഷേ പിന്നീട് ഒഴിവാക്കി എന്നുള്ളത് എന്താണ് സംഭവിച്ചത്? അനുജ, സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കൊച്ചിയിലെത്തിയത്. പരിപാടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സ്കൂൾ അധികൃതർ കൊടുത്ത പട്ടികയിൽ മേയറുടെ പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള നൽകിയ പട്ടികയിലാണ് മേയറുടെ പേരില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും മേയർ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. നിലവിലിപ്പോൾ തന്നെക്കുറിച്ച് ഈ ഒരു പരിപാടിയെക്കുറിച്ച് നേരത്തെ അറിയിച്ചിരുന്നതാണ് മേയർ നമ്മളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് കൊച്ചി നഗരത്തോടുള്ള അനാദരവാണ് എന്നാണ് ഇപ്പോൾ മേയർ ഇതുമായി വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയുടെ നഗരപിതാവ് നിലയിൽ മേയറും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ അധികൃതർ കൊടുത്ത പട്ടികയിൽ മേയറുടെ പേരുണ്ടായിരുന്നു. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരം നൽകിയ പട്ടികയിലാണ് മേയറുടെ പേര് നിലവിൽ ഇപ്പോൾ ഇല്ലാത്തത്. അതിനാൽ സ്വാഗത പ്രസംഗത്തിൽ മേയറുടെ പേര് പരാമർശിച്ചു. എന്തായാലും മേയർ ഇപ്പോൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ശരി, രാഷ്ട്രപതിയുടെ പരിപാടിയിൽ നിന്നാണ് മേയറെ ഒഴിവാക്കിയത്. എറണാകുളത്ത് പരിപാടി തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.